സംസ്ഥാന രാഷ്ട്രീയത്തിൽ ശശി തരൂർ വീണ്ടും സജീവമാകുന്നത് ഹൈക്കമാൻഡിന്റെ വ്യക്തമായ പിന്തുണയോടെയാണ്. പ്രിയങ്ക ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമാണ് തരൂരിനെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസ് മുഖ്യ പ്രചാരകരിലൊരാളായി മുന്നോട്ട് കൊണ്ടുവരുന്നത്. സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടാൽ നിയമസഭാ മത്സരത്തിനും തരൂർ തയ്യാറാണെന്ന സൂചനയും കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്നു. ദേശീയ തലത്തിൽ കോൺഗ്രസ് നേരിടുന്ന വിശ്വാസക്ഷയവും സംഘടനാപരമായ തളർച്ചയും മറികടക്കാൻ ഗ്ലോബൽ ഇമേജുള്ള നേതാക്കളെ മുന്നിൽ നിർത്തേണ്ടതുണ്ടെന്നാണ് പ്രിയങ്ക ഗാന്ധിയുടെ വിലയിരുത്തൽ. കേരളത്തിൽ ആ ചുമതല നിറവേറ്റാൻ കഴിയുന്ന നേതാവായി ശശി തരൂരിനെയാണ് ഹൈക്കമാൻഡ് കാണുന്നത്. ഇതിന്റെ ഭാഗമായാണ് വയനാട്ടിൽ നടക്കുന്ന കോൺഗ്രസ് കോൺക്ലേവിൽ തരൂരിന് പ്രത്യേക പ്രാധാന്യം ലഭിക്കുന്നത്. കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ നേതൃത്വം നൽകുന്ന കോൺക്ലേവിൽ പ്രവർത്തക സമിതി അംഗമായ തരൂർ പ്രധാന മുഖങ്ങളിൽ ഒരാളാകും. രാഷ്ട്രീയ പാർട്ടികളോട് പരമ്പരാഗത ബന്ധമില്ലാത്ത നഗരമേഖലകളിലെ മധ്യവർഗ യുവ വോട്ടർമാരെ ആകർഷിക്കാൻ തരൂരിന് കഴിയുമെന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടൽ. ഇത് UDFന് പ്രത്യേകിച്ച് നഗരകേന്ദ്രങ്ങളിൽ നേട്ടമാകുമെന്ന പ്രതീക്ഷയും ശക്തമാണ്. VD സതീശനും K സുധാകരനും സംസ്ഥാന തലത്തിൽ സജീവമായിരിക്കെ ഭരണവിരുദ്ധ വോട്ടുകൾ ഏകീകരിക്കാൻ നാഷണൽ ഗ്ലോബൽ ഫേസ് ഉള്ള തരൂർ സഹായകരമാകുമെന്നാണ് ഹൈക്കമാൻഡ് വിലയിരുത്തൽ. തരൂർ സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ കേന്ദ്രത്തിലേക്ക് ശക്തമായി എത്തുന്നത് കോൺഗ്രസ് അകത്തെ ചില മുതിർന്ന നേതാക്കളിൽ അസ്വസ്ഥത സൃഷ്ടിക്കുമെന്ന് വിലയിരുത്തലുമുണ്ട്. ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് അതീതനായ നേതാവെന്ന നിലയിൽ തരൂരിന്റെ മുന്നേറ്റം തടയാൻ ചില ആഭ്യന്തര ലോബികൾ ശ്രമിച്ചേക്കാമെന്നും സൂചനയുണ്ട്. BJP നഗരമേഖലകളിൽ പിടിമുറുക്കുന്ന സാഹചര്യത്തെക്കുറിച്ച് തരൂർ വീണ്ടും തുറന്നടിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP വിജയത്തെക്കുറിച്ച് മുമ്പേ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പും ശേഷവും പാർട്ടിയുടെ സംഘടനാപരമായ പോരായ്മകൾ കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിരുന്നുവെന്നും തരൂർ വ്യക്തമാക്കി. സർക്കാരിനെതിരെ കടുത്ത അസന്തോഷമുണ്ടായ ജനങ്ങൾ മാറ്റം ആഗ്രഹിച്ചപ്പോൾ ആ വോട്ട് BJPയിലേക്ക് പോയതാണെന്ന വിലയിരുത്തലും അദ്ദേഹം ആവർത്തിച്ചു. പാതി BJPക്കാരൻ എന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വിമർശനത്തോടും തരൂർ പ്രതികരിച്ചു. ഇത്തരം ആരോപണങ്ങൾ പുതുമയില്ലെന്നും താൻ എഴുതിയതൊന്നും പൂർണ്ണമായി വായിക്കാതെയാണ് വിമർശനങ്ങളെന്നും അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് മുമ്പേ തന്നെ തന്റെ ആശയങ്ങൾ പുസ്തകങ്ങളിലൂടെ ലേഖനങ്ങളിലൂടെയും തുറന്നുവെച്ച വ്യക്തിയാണ് താനെന്നും തരൂർ വ്യക്തമാക്കി. വടക്കൻ കേരളത്തിൽ കോൺഗ്രസ് സ്വാധീനം ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങളുടെ ഭാഗമായാണ് വയനാട് കോൺക്ലേവ് ഉൾപ്പെടെയുള്ള വേദികളിൽ തരൂരിന്റെ സാന്നിധ്യം ഉറപ്പാക്കുന്നത്. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള കോൺഗ്രസ് തന്ത്രത്തിന്റെ കേന്ദ്ര ബിന്ദുവായി ശശി തരൂർ മാറുമെന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്.